വ്യവസ്ഥ നഷ്ടപ്പെട്ട കാട്ടാളന്റെ പ്രതിഷേധവും പ്രതിരോധവും എന്താണ് തീവ്രമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന കവിതയായിരുന്നു നമ്മുടെ കിരാതവൃത്തം എന്ന് പറഞ്ഞത്. കടമ്മനിട്ട് എഴുതിയ പഠനിയുടെ ഈണ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള കിരാതവൃത്തം എന്ന കവിത. ആ കിരാതവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്കുള്ളത്. കാട്ടാളന്റെ നഷ്ട സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്ന രണ്ട് പ്രയോഗങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ആ കിരാതവൃത്തം എന്നുള്ള കവിത ഒന്ന് ഓർത്തു നോക്കുക. ആദ്യ ഭാഗത്ത് നമ്മുടെ കാട്ടാളന്റെ ആ നിൽപ്പിനെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ഭാഗത്ത് കാട്ടാളന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ ഭാഗത്ത് കാട്ടാളന്റെ പ്രതിഷേധത്തിൽ താൻ എന്തു ചെയ്യും എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് എന്താണ്? പ്രതീക്ഷ നിർഭരമായിട്ടാണ് ആ കവിത അവസാനിപ്പിക്കുന്നത്. നമ്മോട് ചോദ്യം ചോദിച്ചത് കാട്ടാളന്റെ നഷ്ട സൗഭാഗ്യങ്ങൾ, പോയ ഭാഗ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ പോയ കാലത്തിന്റെ ആ നല്ല ചിത്രമില്ലേ, അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, കരിമണം കാവലിരിക്കും കടുനോവിൻ കോട്ട. ആണോ? നഷ്ട സൗഭാഗ്യത്തെ കുറിച്ചാണോ പറയുന്നത്? ആണോ മക്കളെ? അല്ല അല്ലേ, അതല്ല. പിന്നെ നോക്ക്, പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ. അല്ലെ, പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ എവിടെ? എവിടെ? ഞങ്ങളുടെതൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോ അതെന്താണ്? കറക്റ്റ് ആണ്, നഷ്ട സൗഭാഗ്യമാണ്. അടുത്തത്, കരിമീകം ചത്തുകിടക്കും കാകോള കടലോമാനം. നമ്മുടെ പാരിസ്ഥിതിയെ നമ്മൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചാ പറയുന്നത്, അല്ലാതെ അതെന്താണ്? നഷ്ട സൗഭാഗ്യമല്ല അല്ലെ. അപ്പൊ എന്താണ്? അത് തെറ്റാണ്. കറുകപ്പുൽ തമ്പിളി കളം എഴുതി പാടിയ രാവുകൾ. അല്ലേടാ, അവര് സുന്ദരമായിട്ട് രാവുകൾ ആഘോഷിച്ച ദിനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. പിന്നെയും കുറെ പറയുന്നുണ്ട് അല്ലെ. അവര് കാട്ടാത്തികള് നടത്തിയ നൃത്തത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവര് സന്തോഷത്തോടെ ഉന്മാദിച്ച് മതിച്ചു നടന്ന ദിവസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെയാണ് കാട്ടാളിന് നഷ്ടമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ.